അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവുമൊക്കെയായിരിക്കും മക്കളുടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമുള്ള ജീവിതവും അവരുടെ കുടുംബവുമൊക്കെ. ഏറെ കൊതിച്ച് 33-ാം വയസ്സിൽ വിവാഹിതനായ റോബിന്റെ കൈപിടിച്ച് ആരതി വീട്ടിലേക്ക് വന്നപ്പോൾ മുതൽ സ്നേഹത്തോടെയും കരുതലോടെയുമാണ് ഇരുവരെയും ബീനാമ്മ കൊണ്ടുനടന്നത്. അവരോടുള്ള സ്നേഹം കൊണ്ടാണ് കോവൂരിലെ വീട് അടച്ചിട്ട് മക്കൾക്കൊപ്പം താമസിക്കാൻ കൊച്ചിയിലേക്കും പോയത്. വല്ലപ്പോഴും മാത്രമായിരുന്നു ഇവർ കോവൂരിലേക്ക് എത്തിയിരുന്നത്. വിശേഷ ദിവസങ്ങളിൽ ഓണവും വിഷുവുമെല്ലാം ആഘോഷിക്കാൻ കുടുംബസമേതം എത്തുമായിരുന്നു. തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോകുന്ന ആരതിക്കും റോബിനും സമയം കണ്ടെത്തി കോവൂരിലെ വീട്ടിലേക്ക് വരാൻ എപ്പോഴും സാധിക്കാതായപ്പോൾ മക്കളെ കാണാൻ കൊച്ചിയിലേക്ക് താമസം മാറ്റുകയായിരുന്നു ബീനയും രാധാകൃഷ്ണനും. റോബിനും അത്രത്തോളം സ്നേഹത്തിലാണ് അച്ഛനെയും അമ്മയെയും കൊണ്ടു നടന്നത്. അമ്മയ്ക്ക് റോബിനും ആരതിയും നൽകിയ കരുതൽ അത്രത്തോളമായിരുന്നു. ആ മക്കളിൽ നിന്നും ബീനാമ്മ തിരിച്ചു പ്രതീക്ഷിച്ചത് ഒന്നു മാത്രമാണ്, ഒരു കുഞ്ഞിനെ. എല്ലാ അച്ഛനമ്മമാരെയും പോലെ അപ്പൂപ്പനും അമ്മുമ്മയുമാകാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ബീനയും രാധാകൃഷ്ണനും. റോബിനോടും ആരതിയോടും അമ്മ ആവശ്യപ്പെട്ടതും അതുമാത്രമാണ്. എന്നാൽ വിവാഹം കഴിഞ്ഞ് 1 വർഷം മാത്രം കഴിഞ്ഞിട്ടുള്ള ഇരുവരും ഒരു കുഞ്ഞെന്ന സ്വപ്നത്തിലേക്ക് പതുക്കെ നടക്കവെയാണ് അമ്മയ്ക്ക് അപ്രതീക്ഷിതമായി രോഗം സ്ഥിരീകരിക്കുന്നത്. പിന്നീട് നടന്നതെല്ലാം അവരുടെ ചങ്കുലയ്ക്കുന്ന സംഭവങ്ങളായിരുന്നു. അമ്മ തങ്ങളിൽ നിന്നും അകന്ന് പതുക്കെ മരണത്തിലേക്ക് പോവുകയാണെന്ന സൂചനകൾ 2 നാൾ മുന്നേ തന്നെ ഡോക്ടർമാർ നൽകിയപ്പോൾ മുതൽ ഉള്ളുലഞ്ഞു നിൽക്കുകയായിരുന്നു റോബിൻ. ഒടുവിൽ വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെ ബീനാമ്മയുടെ മരണം സ്ഥിരീകരിച്ചപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു മകനുണ്ടായിരുന്നത്. ഇന്ന് അമ്മയുടെ സഞ്ചയന ചടങ്ങുകൾ നടക്കവേ വിങ്ങിപ്പൊട്ടിയാണ് റോബിൻ നിന്നത്. റോബിൻ്റെ കണ്ണീരു കണ്ട ആരതിയും സങ്കടം സഹിക്കാനാകാതെ കരഞ്ഞു പോവുകയായിരുന്നു. 52-ാം വയസ്സിലാണ് ബീന ക്യാൻസറിന് കീഴടങ്ങുന്നത്. വർഷങ്ങൾ നീണ്ട സന്തോഷകരമായ ദാമ്പത്യ ജീവിതവും കുടുംബത്തിൻ്റെ സ്നേഹാന്തരീക്ഷവും തുടരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ആ വില്ലൻ രോഗം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും. 2026 മാർച്ച് 25-നാണ് ബീന രാധാകൃഷ്ണന് സ്റ്റേജ് 4B എൻഡോമെട്രിയൽ കാർസിനോമ എന്ന ഗർഭാശയ ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയായിരുന്നു. ഒടുവിൽ രോഗത്തോടും കഠിനമായ വേദനകളോടും ധീരമായി പൊരുതിയ ശേഷമാണ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. എങ്കിലും അമ്മ മരിച്ച് 4 നാൾ പിന്നിടുമ്പോഴും അമ്മയുടെ വേർപാട് നൽകിയ വേദനയിൽ നിന്നും മുക്തനാകുവാൻ റോബിന് കഴിഞ്ഞിട്ടില്ല. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.